ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ ഇനി എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ഈ മനുഷ്യനെ ഒന്ന് ഓർക്കുക, ഈ മുഖമൊന്ന് മനസ്സിൽ കാണുക. പലതവണ ഇന്ത്യൻ ടീമിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, ബെഞ്ചിലിരിക്കുന്നു, പലപ്പോഴും ഒരു പകരക്കാരൻ്റെ റോളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു, തൻ്റെ അവസരത്തിനായി കാത്തിരിക്കുന്നു. ഒടുവിൽ ഇക്കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിലും ഇടം പിടിക്കുന്നു. പക്ഷേ മുമ്പത്തെ പോലെ ബെഞ്ചിലായിരുന്നു സ്ഥാനം. ഒടുവിൽ അയാൾക്കൊരു മത്സരത്തിൽ അവസരം ലഭിക്കുന്നു. മികച്ച തുടക്കം നൽകിയെങ്കിലും പെട്ടെന്ന് പുറത്താകുന്നു. അതോടെ വീണ്ടും ടീമിന് പുറത്ത്. ഒടുവിൽ സൗത്ത് ആഫ്രിക്ക ടീമിന് വേണ്ടി വന്നു. ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ കണ്ണുകൾ തുറപ്പിക്കാൻ തുടർ വിജയങ്ങളിൽ കണ്ണുമഞ്ഞളിച്ചു പോയ ഇന്ത്യൻ ടീമിന് ഒരു വമ്പൻ പരാജയം അനിവാര്യമായിരുന്നു. തുടരെ പരാജയപ്പെടുന്ന ഇന്ത്യൻ ഓപ്പണിംഗ് നിരയിൽ അതോടെ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ നിർബന്ധിതരാകുന്നു. അങ്ങനെ ഓപ്പണർ റോളിൽ അയാൾ വീണ്ടും അവതരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായക മത്സരത്തിൽ അയാൾ കാട്ടുതീയായിട്ട് അവതരിച്ചു. ഒരു 2020 വേൾഡ് കപ്പിൽ ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ അവിടെ പിറക്കുന്നുണ്ട്. വീണ്ടും സെമിയിലും മാൻ ഓഫ് ദ മാച്ച് വാങ്ങി ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നുണ്ട്. ഫൈനലിലും അതേ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ടീമിനെ വിജയതീരത്തെത്തിച്ചിട്ടാണ് അയാൾ കളം വിട്ടത്. തുടർച്ചയായ 3 നിർണായക കളികളിൽ അയാൾ ഇന്ത്യയുടെ ഹീറോയാകുന്നു. വെറും 5 കളികളിൽ നിന്ന് 327 റൺസ് അയാൾ വാരിക്കൂട്ടിയത്. അവിടെ തകർന്നു വീണത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ്. വെറും 5 കളികൾ കളിച്ചുകൊണ്ട് അയാൾ ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതെ, എല്ലാത്തിനും ഒരേ ഒരു പേര്, സഞ്ജു വിശ്വനാഥ് സാംസൺ. അങ്ങനെ T20 വേൾഡ് കപ്പിന് തിരശീല വീഴുന്നു. ഇനി വരാനിരിക്കുന്നത് IPL പൂരം. ഭയമേ മാറിപ്പോയി അനന്തനാൽ കുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി വരും രാജാവുക്ക് എല്ലാരും ചൊല്ല്, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും അണ്ടർ. അങ്ങ് ദൂരെ ചെപ്പോക്ക് മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്ന സഞ്ജു സാംസൺ. അതെ, അതൊരു വല്ലാത്ത കാഴ്ചയാകും. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് സഞ്ജു CSKയുടെ മഞ്ഞ ജേഴ്സിയിൽ എത്തുന്നത്. IPL താരലേലത്തിന് മുന്നോടിയായി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിലൊന്നാണ് സഞ്ജു സാംസൺ. ക്രിക്കറ്റ് ഒരു ഗെയിം മാത്രമല്ല, അതൊരു വികാരമാണ്. ആ വികാരം നിങ്ങളും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഞങ്ങളുടെ വീഡിയോ മിസ്സാകാതിരിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതെന്ന് കമന്റ് ബോക്സിൽ പറയൂ. ദൂരെ ചെപ്പോക്ക് മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്ന സഞ്ജു സാംസൺ. അതെ, അതൊരു വല്ലാത്ത കാഴ്ചയാകും. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് സഞ്ജു CSKയുടെ മഞ്ഞ ജേഴ്സിയിൽ എത്തുന്നത്. IPL താരലേലത്തിന് മുന്നോടിയായി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിലൊന്നാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുന്നത്. പകരം ഓൾറൗണ്ടർമാരായ ജഡേജയും സാംകറും ചെന്നൈയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തി. കഴിഞ്ഞ വർഷം 12 കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയത്. ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമ്പോൾ അത് 18 കോടിയായി വർദ്ധിച്ചു. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും IPL അരങ്ങേറ്റം കുറിച്ച സഞ്ജു 2013 രാജസ്ഥാനിലെത്തുന്നത്. പിന്നീട് 2 സീസണുകളിലും ഡൽഹിക്ക് വേണ്ടി കളിച്ച ശേഷം 2018 വീണ്ടും രാജസ്ഥാനിലേക്ക് മടങ്ങിയെത്തി. 2021 രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റു. പിന്നെ അങ്ങോട്ട് സഞ്ജുവിന്റെ വളർച്ചയായിരുന്നു. പലപ്പോഴും സഞ്ജു ടീമിനെ ഒറ്റയ്ക്ക് ചുമതലയേറ്റുന്നത് കണ്ടിട്ടുണ്ട്. मतलब मैं क्या बोलूं, मतलब आर का जब भी मैं नाम आता तो संजू सबसे पहले नाम आता. Best captain I have played under. Thank you so much for backing me and supporting me all the time. As far as I am concerned, I am probably one of the biggest Sanju Samson fans. I am Sanju Samson, wicketkeeper back. CSK എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം MSA ടീമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഫാൻ ബേസ് അത് നിലനിർത്താൻ ഒരു പരിധിവരെ സഞ്ജുവിനെ കൊണ്ട് സാധിക്കുന്നു എന്നതാണ്. ഇപ്പോൾ തന്നെ രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് 90% സഞ്ജു ആരാധകർ തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് 2 കൽപ്പിച്ചിട്ടുള്ള വരവാണ് ഈ സീസണിൽ. T20 ഒന്നുമല്ലാതിടത്ത് നിന്നെല്ലാമായി മാറിയ സഞ്ജുവിന്റെ വരവോടുകൂടി ടീം ഒന്നുകൂടി ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ചർച്ച ചെയ്ത ആ വലിയ കൂടുമാറ്റം ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു.
ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ കാലങ്ങളായി സ്വപ്നം കണ്ടിരുന്ന ആ നിമിഷം തന്നെ വളർത്തി വലുതാക്കിയ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു പടിയിറങ്ങുന്നത് തികച്ചും നാടകീയമാണ്. 2025 സീസണിന്റെ അവസാന പാദത്തിൽ ടീമുടമ മനോജ് ബെഡാലയിൽ നേരിട്ട് കണ്ട് സഞ്ജു തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. പുതിയ അധ്യായത്തിന് സമയമായി എന്ന സഞ്ജുവിന്റെ വാക്കുകൾ മാനിച്ച ബെഡാലെ പ്ലെയർ ട്രേഡ് എന്ന ഉപാധിയോടെ താരത്തിന് ഗ്രീൻ സിഗ്നൽ നൽകി. എന്നാൽ മുംബൈക്കും ബാംഗ്ലൂരും കൊൽക്കത്തയും സഞ്ജുവിനായി വലവിരിച്ചെങ്കിലും 18 കോടി രൂപയുടെ റെക്കോർഡ് തുകയ്ക്ക് ചെന്നൈ സഞ്ജുവിനെ സ്വന്തം പാളയത്തിലെത്തിച്ചു ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ചെന്നൈ കണ്ടെത്തിയ അന്തിമ ഉത്തരമായിരുന്നു സഞ്ജു സാംസൺ. തമിഴ് മണ്ണിൽ തലയ്ക്ക് ശേഷം ഇനി സഞ്ജു ചേട്ടൻ ബ്രാൻഡ് വളരാൻ പോകുന്ന കാഴ്ചയാണ് ഈ IPL സീസൺ സാക്ഷ്യം വഹിക്കുക. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മാർച്ച് 28-ന് IPLന്റെ 19ാം പതിപ്പിന് കളമൊരുങ്ങും. നിലവിലെ ചാമ്പ്യന്മാരായ കോഹ്ലിയുടെ ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും ഉദ്ഘാടന മത്സരത്തിൽ മാറ്റുരയ്ക്കും. എന്നാൽ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സഞ്ജുവിന്റെ ചെന്നൈ അരങ്ങേറ്റം മാർച്ച് 30-ന് ഗുവാഹട്ടിയിലാണ്. വൈകാരികമായ മറ്റൊരു കാര്യം എന്തെന്നാൽ അന്ന് സഞ്ജു എതിരിടുന്നത് തന്റെ പഴയ തട്ടകമായിരുന്ന രാജസ്ഥാൻ റോയൽസിനെ. ഒരു ദശകത്തോളം സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ കുപ്പായമണിഞ്ഞതായി ഇരു ടീമും താരനിരയിൽ സമ്പന്നരാണ്. ഒരു പ്രവചനത്തിന് മുതിരുക എന്നതുപോലും അത്രമേൽ പ്രയാസം തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ് ഈ സീസണിൽ. ഞങ്ങളുടെ പോയ കാലം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. തന്റെ പഴയ ടീമിനെതിരെ ബാറ്റ് വീശുമ്പോൾ സഞ്ജു തന്റെ ക്ലാസ് തെളിയിക്കുമെന്ന് തന്നെയാണ് ചെന്നൈ ആരാധകരുടെ പ്രതീക്ഷ. ഇരുവരും നേർക്കുനേർ പോരാടിയത് 30 മത്സരങ്ങളിലായിരുന്നു. അതിൽ 16 തവണയും CSK ആണ് വിജയിച്ചത്. രാജസ്ഥാന് വിജയിക്കാനായത് 14 മാത്രമായിരുന്നു. ഈ സീസണിൽ ഉടനീളം ധോണി കളിക്കളത്തിലുണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പറുടെ റോളിൽ ധോണി അണിനിരക്കുമ്പോൾ ഫീൽഡറായിട്ടായിരിക്കും സഞ്ജുവിനെ കാണാൻ സാധിക്കുക. അതേസമയം സഞ്ജു ഓപ്പണറായി ബാറ്റ് വീശുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. സിംഹഗർജനം മുഴക്കി തലയും പടയാളികളും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടാരത്തിലേക്ക് 6ാം കിരീടം എത്തിക്കാൻ കഴിയുമോ എന്നാണ് ചെന്നൈ ആരാധകർ ഉറ്റുനോക്കുന്നത്. വിരാട് കോഹ്ലിയെ വിശേഷിപ്പിച്ച താരമാണ് സഞ്ജു. അയാളെ അവഗണിച്ച് തളർത്തിക്കളയാമെന്ന് ആരെങ്കിലും അറിയാതെ പോലും വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് കാലം തെളിയിക്കും. പേരുകേട്ട കാലം മുതൽ അവഗണനകളുടെ ഗ്രീസിലാണ് സഞ്ജു എന്നും ബാറ്റ് വീശിയിട്ടുള്ളത്. കേരളത്തിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ചുയർന്ന് നോർത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോബികളുടെ സ്വജ്ജന പക്ഷാപാതത്തെ ഗ്രീസ് വിട്ടിറങ്ങി സിക്സർ പറത്തിയ മലയാളികളുടെ അഭിമാനബോധത്തിന്റെ പേരുകൂടിയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. അങ്ങനെയൊന്നും അവസാനിച്ചു പോകുന്ന കരിയർ ആവില്ല സഞ്ജുവിൻ്റേത്. ഇന്ന് കണ്ണടയ്ക്കുന്നവർക്കും വാതിൽ കൊട്ടിയടയ്ക്കുന്നവർക്കും അത് മലർക്കെ തുറക്കേണ്ട നാളുകൾ വരിക തന്നെ ചെയ്യും. അയാളിലെ ബാറ്റിംഗ് പ്രതിഭ തന്നെ അതിന് മറുപടി നൽകും. ഒരു ദിവസം വരും അന്ന് അയാൾ നീലക്കുപ്പായത്തിന്റെ നിറ സാന്നിധ്യമാകും. ഇന്ന് അയാൾ CSKയിലേക്ക് 18 കോടിക്കാണ് ചേക്കേറിയിട്ടുള്ളത്. അതെ, അയാൾക്ക് അവിടെയും പല കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. MSD ധോണിക്ക് ശേഷം CSKയുടെ നായകൻ അയാൾ തന്നെയാണ്. അയാളല്ലാണ്ട്